റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കിക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും F-35 സെൽത്ത് യുദ്ധവിമാന പദ്ധതിയിലേക്ക് തിരിച്ചെത്താനുമുള്ള ഒരു വഴിയൊരുക്കാനായി S-400 ഒഴിവാക്കാൻ പ്രസിഡന്റ് എർദോഗൻ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: S-400 മറ്റാർക്കെങ്കിലും വിൽക്കാൻ തുർക്കിക്ക് കഴിയുമോ? ഇല്ല എന്നതാണ് അതിന്റെ ഉത്തരം. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ ഇടപാടിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും റഷ്യയുടെ കൈകളിലാണ്. തുർക്കിക്ക് മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇന്ത്യക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ എന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. തുർക്കിയിലെ പത്രമായ ഹോറിയറ്റ് അങ്കാര S-400 സംവിധാനം ഒരു ഗൾഫ് രാജ്യത്തിന് കൈമാറാൻ തയ്യാറെടുക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. UAEയും ഖത്തറും സാധ്യതയുള്ള വാങ്ങുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ റഷ്യയും തുർക്കിയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് റഷ്യയും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ റഷ്യൻ പ്രസിഡൻഷ്യൽ ഓഫീസ് വക്താവ് ദിമിത്രി പെസ്കോവ് വിസമ്മതിച്ചിരിക്കുകയാണ്. ഇത് വളരെ സെൻസിറ്റീവ് വിഷയമാണ് എന്നത് മാത്രമല്ല, S-400ന്റെ ഭാവി സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധങ്ങൾ തുടരുന്നുണ്ടെന്ന് റഷ്യ പരസ്യമായി സമ്മതിക്കുന്നത് ഇതാദ്യമായാണ്. 2017 തുർക്കി റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങി. തുടർന്ന് സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അമേരിക്ക തുർക്കിയെ F-35 പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും കാറ്റ്സ പ്രകാരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു.